KSRTC ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്താൻ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം നടപ്പാക്കുന്നതിന് മുൻപ് പുതിയ സ്കീം തയ്യാറാക്കണമെന്നും ഫിനാൻഷ്യൽ റോഡ് മാപ്പ് തയ്യാറാക്കണമെന്നുമാണ് നീക്കം. ഗതാഗത സെക്രട്ടറിയുമായും KSRTC MD-യുമായും മന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി അജ്മൽ ദിറാർ ചേരുന്നുണ്ട്. അജ്മൽ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ കണക്കാണ്, കോടികളുടെ നഷ്ടത്തിന്റെ കണക്കാണ് ഈ പദ്ധതി നടപ്പാക്കിയാൽ അല്ലെങ്കിൽ ഈ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നടപ്പാക്കിയാൽ ഉണ്ടാകുന്നത്. എത്ര കോടി നഷ്ടമാകുമെന്നത് കണക്ക് സഹിതം സമർപ്പിച്ചു കഴിഞ്ഞു KSRTC-യുടെ ഭാഗത്തു നിന്ന്. ഇനി ഇന്നത്തെ യോഗത്തിൽ ഒരു തീരുമാനമാകുമോ? ഏതൊക്കെ വിഭാഗത്തിലുള്ള ബസ്സുകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ റൂട്ടുകളിൽ ഈ സൗജന്യ യാത്ര സാധ്യമാകും, അതിന്റെ പോസിബിലിറ്റി എന്താണെന്നൊക്കെ ഇന്ന് ചർച്ചയാകില്ലേ? ഗുഡ് മോർണിംഗ് ഗോകുൽ, ശ്രീനിധി. ഇതിലിപ്പോൾ ഈ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ UDF സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ അവർ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നാണ് നമ്മളിപ്പോൾ ഈ സൂചിപ്പിച്ച KSRTC-യിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. ഈ യാത്രയെക്കുറിച്ചുള്ള ഒരു ഉന്നതതല യോഗം UDF സർക്കാർ അധികാരത്തിലേറിയതിന് തൊട്ടു പിന്നാലെ തന്നെ മുഖ്യമന്ത്രി വിളിച്ചിരുന്നു. ആ യോഗം മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കിയാൽ അതിന് സംസ്ഥാന സർക്കാരിനുണ്ടാകുന്നതും KSRTC-ക്ക് ഉണ്ടാകുന്നതുമായ നഷ്ടക്കണക്കുകൾ മാത്രമാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. ആ കണക്കുകൾ മുന്നിൽ വെച്ചാണ് ഇന്ന് ഇപ്പോൾ ഉന്നതതല ഈ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഉന്നതതല യോഗം നടക്കുക. അതിൽ ഈ KSRTC-യുടെ CMD-യും അതോടൊപ്പം തന്നെ ഗതാഗത വകുപ്പ് സെക്രട്ടറിയും ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും മുന്നോട്ട് വരുന്ന 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന് ഈ ജെൻഡർ കണക്കെടുപ്പ് KSRTC നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 45% റിസർവേഷൻ നടത്തി KSRTC-യിൽ യാത്ര ചെയ്യുന്ന 45% സ്ത്രീകളാണ്. റിസർവേഷൻ ഇല്ലാതെ യാത്ര ചെയ്യുന്നത് 55% സ്ത്രീകളാണ്. ഈ സ്ത്രീ യാത്രക്കാരിൽ നിന്നും വരുന്ന വരുമാനം നിലച്ചുപോയാൽ KSRTC-ക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാനാവുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഈ പദ്ധതി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 120 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ടിക്കറ്റ് വരുമാനത്തിന് പുറത്ത് KSRTC-ക്ക് സഹായമായി, അതായത് അതിൻ്റെ KSRTC-യുടെ മെയിൻ്റനൻസിനും അതോടൊപ്പം തന്നെ ശമ്പള വിതരണത്തിനുമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ തുക 120 കോടിക്ക് പുറമെ ഈ സ്ത്രീകളുടെ വരുമാനം, ടിക്കറ്റ് വരുമാനത്തിൽ നിന്നുള്ള ആ ഒഴുക്ക് നിലയ്ക്കുമ്പോൾ അതിനെ മറികടക്കാൻ എത്ര കോടി അധികമായി നൽകണമെന്ന ഒരു കണക്ക് കൂടി ഇന്നലെ ഗതാഗത സെക്രട്ടറി സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 60 കോടിയോളം രൂപ അധികമായി നൽകണമെന്നാണ് ഗതാഗത സെക്രട്ടറിയുടെ കണക്കിൽ പറയുന്നത്. ഈ 60 കോടി രൂപ അധികം നൽകിക്കൊണ്ട് ഈ ജീവനക്കാരുടെ ശമ്പളവും അതോടൊപ്പം തന്നെ അവരുടെ മറ്റ് ആനുകൂല്യങ്ങളും KSRTC-യുടെ മെയിൻ്റനിങ് ചാർജും നൽകി എങ്ങനെയാണ് KSRTC-ക്ക് മുന്നോട്ട് പോകാനാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ സർക്കാർ ഇപ്പോൾ ഒരു ഉപാധിയായി മുന്നോട്ട് വയ്ക്കുന്നത്, പരിഗണിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ജില്ലകൾക്കുള്ളിൽ മാത്രം ഒരു ജില്ല അന്തർജില്ലാ യാത്രകളെ ഒഴിച്ചു നിർത്തി ജില്ലകൾക്കുള്ളിൽ മാത്രം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകിയാൽ എങ്ങനെയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകുമോ എന്നത് സർക്കാർ പരിഗണിക്കുന്ന ഒരു വിഷയമാണ്. മറ്റേത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് മാത്രം യാത്രാ സൗജന്യം നൽകിയാൽ ഇതുമായി മുന്നോട്ട് പോകാനാകുമോ? അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ, ഇപ്പോൾ ഇത്ര പ്രായപരിധിക്ക് താഴെയുള്ളവർക്ക് മാത്രം അല്ലെങ്കിൽ ഇത്ര പ്രായപരിധിക്ക് മുകളിലുള്ളവർക്ക് മാത്രമോ ഈ പറയുന്ന സൗജന്യ യാത്ര നൽകിയാൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകും? അത്തരത്തിൽ ഈ പദ്ധതിയുമായി ആദ്യം തന്നെ മുന്നോട്ട് വന്ന പ്രതിസന്ധികളെ മറികടന്ന് ഏതൊക്കെ ഉപാധികൾ വെച്ച് മുന്നോട്ട് പോകാനാകുമെന്ന കാര്യത്തിലും സർക്കാർ പല ഉപാധികളും പരിഗണിക്കുന്നുണ്ട്. ഏതായാലും ജൂൺ 15 മുതലാണ് ഈ പദ്ധതി പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകും. ജൂൺ 15 പദ്ധതി ആരംഭിക്കുമെന്നാണ് സർക്കാർ നൽകിയിരിക്കുന്ന ഒരു പ്രഖ്യാപനം, സർക്കാർ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രഖ്യാപനം. ഏതായാലും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് പുറത്തു വരുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സ്വകാര്യ ബസ് മേഖലയിലുള്ളവർ ഈ പദ്ധതി പ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അവർ സമരവുമായി രംഗത്തിറങ്ങുമെന്ന ഒരു സൂചന വന്നതിനിടയിൽ സർക്കാർ അവരുമായും ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൻ്റെ തീയതി ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ ഉയരുന്ന നിർദ്ദേശങ്ങളും ഉപാധികളും മുന്നിൽ വെച്ചായിരിക്കും ഈ സ്വകാര്യ ബസ് ഡ്രൈവറും അവരുടെ സംഘടനകളുമായിട്ടുള്ള മറ്റ് യോഗങ്ങൾ ഇനി സർക്കാർ നിശ്ചയിക്കുകയും അതിൽ എന്തൊക്കെ വിഷയങ്ങൾ ഉയർന്നു വരണമെന്നതിനെക്കുറിച്ച് സർക്കാർ തീരുമാനമെടുക്കുകയും ചെയ്യുക. ഗോകുൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.